നമസ്കാരം. ഇത് ദ ഇന്ത്യൻ. രാജ്യത്തിന്റെ അഭിമാന പദ്ധതിയായ അഞ്ചാം തലമുറ യുദ്ധവിമാനം AMCA അഥവാ അഡ്വാൻസ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് കൂടുതൽ കരുത്തുറ്റതാക്കാൻ പുതിയ നീക്കങ്ങൾ. റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ വിമാനത്തിനുള്ളിലെ ഇന്റേണൽ വെപ്പൺസ് ബേ അഥവാ ആയുധ അറയിൽ സൂക്ഷിക്കാനാകുന്ന സ്മാർട്ട് ആയുധങ്ങൾ വികസിപ്പിക്കാനാണ് പ്രതിരോധ ഗവേഷണ വികസന കേന്ദ്രവും വ്യോമയാന വികസന ഏജൻസിയും സംയുക്തമായി പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. പ്രതിരോധ വാർത്താ മാധ്യമങ്ങളാണ് ഈ നിർണായക വിവരം പുറത്തുവിട്ടത്. നിലവിലുള്ള തദ്ദേശീയ മിസൈലായ രുദ്രം 1 വലിപ്പക്കൂടുതൽ കാരണം AMCയുടെ ഉള്ളിലെ ആയുധ അറയിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയില്ലെന്ന കണ്ടെത്തലിന് പിന്നാലെയാണ് പുതിയ പദ്ധതിക്ക് ജീവൻ വെച്ചത്. ഏകദേശം 5.5 മീറ്റർ നീളവും 600 കിലോഗ്രാമോളം ഭാരവുമുള്ള രുദ്രം 1 മിസൈൽ യുദ്ധവിമാനങ്ങളുടെ പുറം ഭാഗത്ത് ഘടിപ്പിക്കാനാണ് രൂപകൽപ്പന ചെയ്തിരുന്നത്. ശത്രുക്കളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാൻ ഇത് അതീവ ഫലപ്രദമാണെങ്കിലും വലിപ്പ കൂടുതൽ കാരണം AMCയുടെ ഉള്ളിലെ ആയുധ അറയിൽ ഇത് വെക്കുക അസാധ്യമാണ്. വായുവിൽ നിന്ന് വായുവിലേക്ക് തൊടുക്കാവുന്ന മറ്റ് മിസൈലുകൾക്കുള്ള സ്ഥലം കൂടി ഇത് കവർന്നെടുക്കും. മിസൈലിന്റെ വലുപ്പത്തിനനുസരിച്ച് വിമാനത്തിന്റെ ഘടന മാറ്റുന്നത് AMCയുടെ പ്രധാന സവിശേഷതയായ സ്റ്റെൽത്ത് സാങ്കേതികവിദ്യയെ ദോഷകരമായി ബാധിക്കും. അതായത് റഡാറുകളിൽ പെടാതിരിക്കാനുള്ള ശേഷിയാണ് സ്റ്റെൽത്ത് സാങ്കേതികവിദ്യ. ഈ സാഹചര്യത്തിലാണ് വിമാനത്തിന് അനുയോജ്യമായ രീതിയിൽ മിസൈലിന്റെ രൂപകൽപ്പന മാറ്റാൻ ശാസ്ത്രജ്ഞർ തീരുമാനിച്ചത്. മിസൈലിനനുസരിച്ച് വിമാനത്തിന്റെ ഘടന മാറ്റുകയല്ല, മറിച്ച് യുദ്ധവിമാനത്തിനനുസരിച്ച് മിസൈലിന്റെ രൂപകൽപ്പന മാറ്റുക എന്നതാണ് DRDO മുന്നോട്ട് വെക്കുന്ന പരിഹാരമാർഗം. മടക്കി വെക്കാവുന്ന നിയന്ത്രണ ചെറുകളുള്ള പുതിയ തലമുറ ആയുധങ്ങളാണ് എഞ്ചിനീയർമാരുടെ പരിഗണനയിലുള്ളത്. വിമാനത്തിനുള്ളിലെ പരിമിതമായ സ്ഥലം പരമാവധി പ്രയോജനപ്പെടുത്താൻ ഇത് സഹായിക്കും. വലിപ്പം കുറയുമ്പോഴും ആക്രമണ പരിധിയും ശേഷിയും കുറയാതിരിക്കാൻ ഉയർന്ന ഊർജ്ജശേഷിയുള്ള ഹൈ എനർജി സോളിഡ് പ്രൊപ്പല്ലന്റുകളാണ് ഇതിൽ ഉപയോഗിക്കുക. വലിപ്പത്തിൽ അസ്ത്ര MK2, അസ്ത്ര MK3 മിസൈലുകൾക്ക് സമാനമായിരിക്കും പുതിയ പതിപ്പ്. AMCയുടെ ഉള്ളിലെ ആയുധ അറയിൽ ഒരേ സമയം ഇത്തരം 4 ആയുധങ്ങൾ വരെ വഹിക്കാനാകും. ഉള്ളിലെ ഓരോ സെന്റിമീറ്റർ സ്ഥലവും അതീവ ശ്രദ്ധയോടെ വിനിയോഗിക്കേണ്ടി വരുന്ന അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾക്കായി ആഗോളതലത്തിലും ഇതേ രീതി തന്നെയാണ് അവലംബിച്ചു പോരുന്നത്. തികച്ചും പുതിയൊരു മിസൈൽ ആദ്യമേ രൂപകൽപ്പന ചെയ്യുന്നതിന് പകരം രുദ്രം 1 വിജയകരമായി പരീക്ഷിച്ച സാങ്കേതിക വിദ്യകൾ തന്നെയാണ് ഇതിലും ഉപയോഗിക്കുക. രുദ്രത്തിന്റെ ഇലക്ട്രോണിക് ഇന്റലിജൻസ്, സിഗ്നൽ പ്രോസസ്സിംഗ്, ശത്രു വിപത്തുകളെ തിരിച്ചറിയാനുള്ള സോഫ്റ്റ്വെയർ എന്നിവ ഇതിലും നിലനിർത്തും. ചുരുക്കത്തിൽ രുദ്രം മിസൈൽ പരമ്പരയുടെ പരിഷ്കരിച്ച രൂപത്തിലുള്ള ഒരു പുതിയ മിനി പതിപ്പായിരിക്കും ഇത്. ബ്രഹ്മോസ് മിസൈലിന്റെ വലിപ്പം കുറച്ച് ബ്രഹ്മോസ് എൻജി വികസിപ്പിച്ച അതേ മാതൃകയാണ് ഇവിടെയും പിന്തുടരുന്നത്. പുതിയ യുദ്ധവിമാനത്തിന്റെ ആയുധ അറയ്ക്കുള്ളിൽ ഒരേ സമയം 4 ആയുധങ്ങൾ വരെ ഇത്തരത്തിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഭാവിയിൽ റഡാർ ഭേദ മിസൈലുകളുടെ വലിപ്പം ഇന്ത്യയുടെ തന്നെ അസ്ത്ര മിസൈലുകൾക്ക് സമാനമായിരിക്കാനാണ് സാധ്യത. ശത്രു റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ തന്നെ അവരുടെ വ്യോമ പ്രതിരോധ ശൃംഖലകൾക്ക് തൊട്ടടുത്ത് വരെ പാഞ്ഞു കയറാൻ അഞ്ചാം തലമുറ വിമാനങ്ങൾക്ക് സാധിക്കുമെന്നതിനാൽ എപ്പോഴും വലിയ ദൂരപരിധിയിലുള്ള മിസൈലുകളുടെ ആവശ്യമുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ കുറഞ്ഞ ദൂരത്തിൽ വെച്ച് ശത്രുവിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാൻ ഈ ചെറിയ ആയുധങ്ങൾ മതിയാകും. അതേസമയം റഡാർ കണ്ണുവെട്ടിക്കുന്നതിനേക്കാൾ കൂടുതൽ ദൂരപരിധിക്ക് പ്രാധാന്യമുള്ള ദൗത്യങ്ങളാണെങ്കിൽ AMCയുടെ പുറം ഭാഗത്ത് വലിയ രുദ്ര മിസൈലുകൾ ഘടിപ്പിക്കാനും സാധിക്കും. അമേരിക്കയുടെ F-35 യുദ്ധവിമാനങ്ങൾ ദൗത്യത്തിന്റെ സ്വഭാവം അനുസരിച്ച് ആയുധങ്ങൾ ഉള്ളിലും പുറത്തുമായി മാറ്റിവെക്കുന്ന ബീസ്റ്റ് മോഡ് അതേ ശൈലി തന്നെയാണ് ഇന്ത്യയും ഇവിടെ പ്രയോജനപ്പെടുത്തുക. വരും വർഷങ്ങളിൽ രുദ്രം മിനി എന്ന പേരിൽ ഈ പുതിയ മിസൈൽ യാഥാർത്ഥ്യമാകുമെന്നാണ് പ്രതിരോധ വിദഗ്ധരുടെ വിലയിരുത്തൽ.